അടിസക്കെ പഞ്ഞിക്കാരനാണേ. എന്താ പരിപാടി എന്നല്ല ചിന്തിക്കണേ. ദുരിതയാത്ര നേട്ടണ്ട. അതാണ് ഇത് ഇവിടെ നടക്കണത്. കുറ്റം പറയാൻ പറ്റില്ല. ഒരു സ്ഥലം വരെ പോകാനായിട്ട് വണ്ടിയില്ലാന്ന് പറഞ്ഞപ്പോ വണ്ടിയായിട്ട് വന്നണ്ട. ഈ വണ്ടിയാണെങ്കിൽ കാട് വഴി മല വഴിയും ഏത് പുഴ വഴി ഓടുന്ന ഒരു വെറൈറ്റി ലെവൽ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഹോൺ വെച്ച് ബാക്കി എല്ലാ ഭാഗത്തും നല്ല സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് അടുത്തുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് സുഖകരമായ യാത്ര എന്നിട്ട് ഇവിടെ തൊട്ട് അവിടെ വരെ അവസാനിക്കണ വരെയും ഡ്രൈവർ സുഖാണെങ്കിൽ 100-110 ചവിട്ടി താങ്ങിവിടുന്നുണ്ട്. പക്ഷെ വണ്ടി പകുതിയോളം പോകണോട്ടാ. പക്ഷെ ഡ്രൈവറുടെ അഹങ്കാരം കണ്ടല്ലോ. ബെൻസിലിരിക്കുന്ന അഹങ്കാരം. കൂടിയിരിക്കണമാരാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ എന്താണ് അഹങ്കാരം എന്നറിയും. മരണം എന്തായാലും ഉറപ്പായി. മരണോട് വെച്ച് കാണാൻ നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഇത്ര നേരം എന്റെ തള്ളിലാണ്ട് വണ്ടി പോയത്. അതുകൊണ്ട് പെട്ടെന്ന് ഏറ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഏറടിച്ച് കയറ്റി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും. സമയത്തിന് അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഡ്രൈവർ ഞങ്ങളെ പെട്ടെന്ന് മാറ്റിയിട്ട. പക്ഷെ മാറി ഡ്രൈവർ അതിലേറിയ കഴിവേറിയവനായിരുന്നു. അതുകൊണ്ട് വണ്ടി പിന്നെ വർക്കലായിരുന്നത്. എന്റെ കർത്താവെന്ന് മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കാർന്നുമാരി ചെയ്ത പുണ്യം കൊണ്ട് നല്ല രീതിയിൽ തന്നെ വണ്ടി പോയിട്ടാ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആടി ഉലഞ്ഞ് അങ്ങനെ പാട്ടൊക്കെ പാടി നല്ല ഉല്ലസിച്ചാണ്ട് പോയിരുന്നു. അവന്റെ മാസ്മരി കോടിക്കലാരും ഈ വണ്ടിന് തിരിച്ചിട്ട് കാര്യമുണ്ടോ ഓർത്തുള്ള ടെൻഷനിലാണ്ട് ഇവൻ. പക്ഷെ സ്ഥലത്ത് വേഗത്തിൽ ചേർന്നുകൊണ്ട് എല്ലാവർക്കും സമാധാനം ഉണ്ട്. കാരണം തിന്നാനാണ്. ഭക്ഷണം കണ്ടാൽ ഞാൻ പിന്നെ എല്ലാം മറക്കും പറഞ്ഞ പിന്നെ ഒന്നും ഓർക്കാനില്ല. കാരണം ഭക്ഷണമാണ് വലുത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടി വന്ന് വിളിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. വിളിച്ചിട്ടുള്ള വിശ്വാസത്തിൽ എല്ലാവരും അകത്തേക്ക് കയറി. ഇനി തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ നടക്കണം. ആഹാ, ഇതാണ് ഞങ്ങളുടെ അലക്സാണ്ടർ കാറ്ററിംഗ് ഡയമണ്ട് ഫുഡ് കാറ്റേഴ്സ് ആണ് ഇരുന്ന് ഫുഡ്. അപ്പൊ വേറെ ലെവലായിരിക്കും. അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ ഉയരാണ്. ഇത് അനുബായുടെ ഡെക്കറേഷൻ ആണ്. അനുബായുടെ ഡെക്കറേഷൻ തുടങ്ങി എന്റെ മോനെ ജഗജാലി ജില്ലയുടെ ഏറ്റവും ആണെങ്കിൽ വന്നപ്പോ തൊട്ട് മാത്രം എന്നെ കളിക്കണം. അജിലേട്ടൻ ചെമ്മാശ്ശേരി ലൈറ്റ് സൗണ്ട് ചിരി കണ്ടില്ല. ആഹാ, എളിമയുടെ ചിരി. വന്നവനും പോണൊക്കെ വഴി കൂടെ പോണ വള്ളികളൊക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. ദേ ഒരു ഗ്ലാസ് ഇതായിട്ട് തിരക്കുന്നുണ്ട്. ആ ഗ്ലാസിന്റെ കാശിനെ ആര് കൊടുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു നാൾ ഞാൻ രക്ഷപ്പെടും. ഏത് വൺ ഡേ. ഈ കള്ളന്മാരാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മുങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും തല കെട്ടിയേക്കണമല്ലോ. അപ്പോഴാണ് ഇവിടുന്ന് 2 മൊയ്തുകൾ ആഡിയോലിങ് വന്നത്. ചേച്ചനി എത്തേണ്ട കാണണമല്ലോ. പാവം. പിന്നെ ആരാധന കൊണ്ട് ഞാൻ പൊറുതിമുട്ടി. എന്ത് ചെയ്യാൻ ആരാധന എല്ലായിടത്തും ഫുള്ള് ഫാൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ തള്ളിയിട്ട് നിന്നിട്ടാ. ഇനി ഗാനാപ്പിന്റെ ലേറ്റ് ആയതുകൊണ്ട് ഇവന്റെ മൂത്ത് നല്ല വിഷമമുണ്ടായി. പക്ഷെ 2 കഷ്ണം ചിക്കൻ കൂടുതലിട്ടെടുത്തപ്പോ അവന് ഹാപ്പി. എല്ലാവരും ഇങ്ങനെ ഒന്നിനും മികച്ച രീതിയിലാണ് ഭക്ഷണത്തിന്റെ മുമ്പിൽ അഭിനയിക്കായിരുന്നു. ആഹാ, ആക്ടിംഗ് ലെവല് വേറെ ലെവല്. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വന്നപ്പോ എല്ലാവരും ഇവന്റെ വാക്കുകളിട്ടുണ്ട്. കാരണം മുൻകൊടുത്ത് തന്തവായി ഭയന്ന് പറഞ്ഞ എല്ലാവരും അത് കേട്ടനുസരിച്ച് നിൽക്കണേ. പ്രായത്തിന് മൂത്തൊരു ഇവനാണ് SLC പാസ് ചെയ്യേണ്ട സന്തോഷത്തിലാണ്. അപ്പൊ എങ്ങനെ ഈ പഞ്ഞിക്കാരന് സന്തോഷമാണ്. പഞ്ഞിക്കാർ പോണേ സുലാൻ.